കേരളത്തിൽ LDFന്റെ സ്ഥിതി ദയനീയമാകുമെന്ന എക്സിറ്റ് പോൾ പ്രവചനം ദേശീയ പാർട്ടി പദവി നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് CPIM. അതിജീവന പാതയിൽ CPIMന് നിർണായകമാണ് തെരഞ്ഞെടുപ്പ്. ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ ഏറ്റവും കൂടുതൽ സീറ്റുകൾ പാർട്ടി പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരെ പരിഗണിക്കപ്പെട്ടിരുന്ന CPIMന് ഈ തെരഞ്ഞെടുപ്പ് അതിജീവനത്തിനുള്ള പോരാട്ടമായിരുന്നു. ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടുമെന്ന ഭീഷണി നിലനിൽക്കെയാണ് തെരഞ്ഞെടുപ്പിനെ പാർട്ടി നേരിട്ടത്. ഏറ്റവും കൂടുതൽ സീറ്റ് പ്രതീക്ഷിച്ചത് കേരളത്തിൽ നിന്നും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ജാഗ്രതയോടെയുള്ള പ്രവർത്തനമാണ് CPIMന്റെ ഭാഗത്തു നിന്നുണ്ടായത്. AK ബാലൻ നടത്തിയ പരാമർശവും ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം MP-മാരുണ്ടാകണം. അതില്ലെങ്കിലോ സ്വതന്ത്ര പാർട്ടിയുടെ സാധ്യതയുണ്ടാകും. അരിവാൾ ചുറ്റുക നക്ഷത്രത്തിന് പകരം നമ്മുടെ അംഗീകാരം ഇല്ലാതാക്കിയാൽ ഇലക്ഷൻ കമ്മീഷൻ തരാൻ പോകുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ചിഹ്നമായിരിക്കും. ഏതാണ്ട് വയ്യാളുകളുടെ ചിഹ്നമൊക്കെ അവർ വീഴ്ചെടുത്തത് ഏത് മുതൽ സൈക്കിൾ വരെയുള്ളത്. നമുക്ക് തരിക ഈനാം പേജ് അല്ലെങ്കിൽ എൺപത്തി അല്ലെങ്കിൽ തേർഡ് അല്ലെങ്കിൽ ഒക്ടോബസ്. എന്നാൽ എക്സിറ്റ് പോൾ പ്രവചനം ഇടതുമുന്നണിയെയും CPIMനെയും നിരാശപ്പെടുത്തുന്നതാണ്. 0 മുതൽ പരമാവധി 4 സീറ്റുകൾ വരെയാണ് LDFന് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. ദേശീയ പാർട്ടിയായി നിലനിൽക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ 6% വോട്ടും 4 MP-മാരും വേണം. അല്ലെങ്കിൽ 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി വേണം. നിലവിൽ കേരളം, തമിഴ്നാട്, ത്രിപുര എന്നിവിടങ്ങളിലാണ് സംസ്ഥാന പാർട്ടി പദവി. 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 സീറ്റ് വേണമെന്നതാണ് മറ്റൊരു നിബന്ധന. എന്നാൽ കേരളത്തിൽ സ്ഥിതി ദയനീയമാകുമെന്ന പ്രവചനം പാർട്ടിയെ ആശങ്കയിലാക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.